പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രാഥമിക തെരഞ്ഞെടുപ്പ് അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രാഥമിക തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ തെരഞ്ഞെടുപ്പിൽ ന്യൂ ഹാംഷെയറിലും ഡൊണാൾഡ് ട്രംപ് വമ്പിച്ച ഒരു വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം വൻ ഭൂരിപക്ഷത്തോടെയാണ് നിക്കി ഹാലിയെ ട്രംപ് പരാജയപ്പെടുത്തിയത്. എന്തായാലും നിക്കി ഹാലിയുടെ പരാജയം ഏറെ ദിവസങ്ങളായി ഒരുപക്ഷെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്ന കാര്യമാണ്. കാരണം നേരത്തെ നടന്ന അഭിപ്രായ സർവേകളിലൊക്കെ ന്യൂ ഹാംഷെയർ എന്തായാലും ട്രംപിനൊപ്പമായിരിക്കും നിൽക്കും എന്നതിൽ സംശയം ഒരു റിപ്പോർട്ടും പ്രകടിപ്പിച്ച് കണ്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു നിക്കി ഹാലി. ഇന്ത്യൻ വംശജ കൂടിയാണ്, ഭാരതീയ വംശജ കൂടിയാണ് നിക്കി ഹാലി. എന്തായാലും ട്രംപ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു ആർക്കെയാണ്. വിഷ്ണു, എന്തായാലും മുൻപത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആവർത്തിക്കപ്പെടുകയാണോ? കാരണം ജോ ബൈഡനും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും ഇവരിലേക്ക് എത്തുകയാണോ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ്? അനു സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ 77-കാരനായ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെയുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് ഭാരതീയ വംശജയും മുൻ US അംബാസിഡർ കൂടിയായ നിക്കി ഹാലിയായിരുന്നു. എന്നാൽ ഈ നിക്കി ഹാലിയെ ശക്തമായ ഒരു ഭൂരിപക്ഷത്തോടെയാണ് പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വിജയം ഉറപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 തന്നെ പരാജയപ്പെടുത്തിയ ബൈഡനെതിരെ ശക്തമായൊരു പ്രതികാരം എന്നുള്ള തരത്തിലുള്ളൊരു അത്തരത്തിലുള്ളൊരു നിലപാടിലൂടെയാണ് ട്രംപ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നമുക്കറിയാം മുൻപത്തേതിനേക്കാളും വളരെ വലിയൊരു ജനപങ്കാളിത്തം ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർമാർ കൂടുതൽ ഉണ്ടായി എന്നുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻപ് നടന്ന പല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൺവെൻഷനുകളിൽ ശക്തമായ രീതിയിലുള്ള ഒരു നിലപാടുകൾ ഉന്നയിക്കുന്നൊരു തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് മാറിയിരുന്നു. ഈ എതിരാളിയായ നിക്കി ഹാലിക്കെതിരെയും വളരെ വലിയ വിമർശനമാണ് ഇത്തരത്തിൽ നടന്ന കൺവെൻഷനുകളിലൊക്കെ തന്നെയും ട്രംപ് ഉയർത്തി കാട്ടിയത്. ഇതുകൂടെ തന്നെയാണ് ഈ ഒരു ട്രംപിൻ്റെ വിജയത്തിന് പിന്നിലെന്ന് വേണം കരുതാൻ. നമുക്കറിയാം, വളരെ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ 53% വോട്ടുകൾ ട്രംപിന് നേടാനായിരിക്കുന്നു. ഒപ്പം തന്നെ 46% വോട്ടുകൾ മാത്രമാണ് നിക്കി ഹാലിക്കും നേടാനായത്. എന്നിരുന്നാൽ കൂടിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ US തെരഞ്ഞെടുപ്പിൽ ട്രംപ് വരും എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കുകയാണ്. അതിൻ്റെ പ്രാഥമിക ഘട്ടമെന്നോളമാണ് ഇപ്പോൾ ഈ ഒരു ന്യൂ ഹാംഷെയർ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ ഈ ഒരു വിജയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ സ്വാഭാവികമായും മറുവശത്ത് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയിൽ നിന്നുള്ള നിലവിലെ പ്രസിഡന്റ് കൂടിയായ ജോ ബൈഡനും ഇത്തരത്തിൽ ഈ ഒരു ന്യൂ ഹാംഷെയർ തെരഞ്ഞെടുപ്പിൽ വിജയം കൊണ്ടിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ നടക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിലും കൂടുതൽ മുന്നേറ്റം ട്രംപിനുണ്ടാകുമെന്നുള്ളൊരു സൂചനകൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ 77-കാരനായ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ട്രംപ്. എന്തുതന്നെയായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്തുതന്നെയായാലും ബൈഡനും ട്രംപും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി കൂടി മാറുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തീർച്ചയായും റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഈ ഉൾപാർട്ടി തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളാണ് അയോവയും അതോടൊപ്പം ന്യൂ ഹാംഷെയറും. ഈ രണ്ടിടങ്ങളിലും ഡൊണാൾഡ് ട്രംപ് വമ്പിച്ച വിജയം നേടിയതോടുകൂടി എന്തായാലും ട്രംപ് തന്നെയായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി എന്നതിൽ സംശയമില്ല. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്കാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രൈമറി തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ കടക്കുന്നത്. ഇനി രണ്ട് പാർട്ടികളും ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപിനും വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രചരണത്തിലേക്ക് കൂടി കടക്കാൻ ഏതാനും ദിനങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവൂ.